നന്ദ, നന്ദ, എന്തു വേണം? അത് ഞാൻ പറയേണ്ട ആളിനോട് പറഞ്ഞോളാം. സിദ്ധു പറയാൻ വന്നത് എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. വെറുതെ എന്റെ മോനെ വഴക്ക് പറയരുത്. അവൻ എന്റെയും മോനാ. എനിക്കും അവന്റെ മേൽ അവകാശങ്ങളുണ്ട്. നന്ദ, എന്താ? നീ ഇന്ന് ദേവികയുടെ വീട്ടിൽ പോയിരുന്നോ? ആ, പോയിരുന്നു. അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കി. സിദ്ധു, അമ്മേ, ഞാൻ പറയാം. അച്ഛാ, അതെന്റെ ഭാര്യയുടെ വീടാ. അവിടെ ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസവും വഴക്കും ഒക്കെ ഉണ്ടാവും. അതിൽ അച്ഛൻ ഇടപെടണ്ട. ഓ, അങ്ങനെ ബന്ധം പറഞ്ഞ അവകാശം സ്ഥാപിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ വീടുമായിട്ട് ഒന്നിലധികം ബന്ധമുണ്ട്. അതെന്റെ മരുമകളുടെ വീടാന്നുള്ളത് ഒന്ന്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ കൂടെ വിടാം. അവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ എനിക്ക് ഇടപെടാം. സിദ്ധു, ഞാനങ്ങ് ക്ഷമിച്ചിരിക്കുക. സിദ്ധു കാരണോ ഈ വീട്ടിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ദേവികയെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ടും കേട്ടില്ല. ഇനി അതിന്റെ പേരിൽ ഇവിടെ ഒച്ചപ്പാടും ബഹളം ഒന്നും ഉണ്ടാക്കാൻ വരണ്ട. ദേവികയുടെ ജയസാധ്യത നിങ്ങൾ ഇല്ലാതാക്കുന്നത്. ജയസാധ്യത ഇതൊക്കെ അങ്ങ് പ്രസംഗത്തിൽ പറഞ്ഞാ മതി സിദ്ധു. കുടുംബത്തിൽ രാഷ്ട്രീയ പ്രയോഗങ്ങളൊന്നും വേണ്ട. ഇന്ന് നന്ദൻ ദേവികയുടെ വീട്ടിൽ പോയി. നാളെ ചിലപ്പോ ഞാൻ പോയെന്നിരിക്കും. അതിൽ സിദ്ധു ഇടപെടാൻ വരണ്ട. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, നോമിനേഷൻ കൊടുത്തിട്ടല്ലേ ഉള്ളൂ, സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ നോക്ക്. ജയിക്കാൻ വേണ്ടിയാ ദേവിക മത്സരിക്കുന്നേ. ഭീഷണികൾക്ക് മുന്നിൽ ഭയന്ന് മുട്ടുപടക്കില്ല. എങ്ങനെയൊക്കെ തളർത്താൻ നോക്കിയാലും പതറില്ല. ദേവിക ജയിക്കും, MLA ആവും.